ഇതെന്റെ കോളേജാണ്. എന്നെ അറിയാത്ത ഒന്നും ഇവിടെ എങ്ങുമില്ല. 24 വർഷങ്ങൾക്കു ശേഷം ദേവദൂതൻ വീണ്ടും എത്തുന്നു. അത്യപൂർവമായി സംഭവിക്കുന്ന കാര്യമെന്ന് മോഹൻലാൽ. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഞാൻ കാണുന്നതിനുമപ്പുറം നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. 24 വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ റിലീസിന് ഒരുങ്ങുമ്പോൾ അത്യപൂർവമായി സംഭവിക്കുന്ന കാര്യമാണിതെന്ന് നടൻ മോഹൻലാൽ. ഫിലിമിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. 24 വർഷം കഴിയുമ്പോൾ ഈ സിനിമ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു, ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയാം. അന്നുണ്ടായിരുന്ന ലാബുകളിൽ പലതും ഇന്നില്ല. എന്നാൽ ഇതിന്റെ പ്രിന്റ് ഇപ്പോഴുമുണ്ട് എന്നതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്കൊരു ഭാഗ്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ടെന്നാണ് സിനിമയിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളോട് ഞങ്ങൾക്ക് എന്തോ പറയാനുണ്ട്. അദ്ദേഹം കാണാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്, അദ്ദേഹം പറഞ്ഞു. റിലീസിന് മുന്നോടിയായുള്ള 4K ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. സ്ഫടികത്തിന് ശേഷം മോഹൻലാൽ നായകനായ മറ്റൊരു ചിത്രം കൂടി റിലീസിന് എത്തുന്നു. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000 പ്രദർശനത്തിനെത്തിയ ദേവദൂതനാണ് ആ ചിത്രം. 4K ഡോൾബി അറ്റ്മോസിലേക്ക് ശബ്ദവും ദൃശ്യവും പുതുക്കപ്പെട്ട ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. മോഹൻലാലും സിബി മലയിലുമടക്കം പങ്കെടുത്ത കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് ട്രെയിലർ ലോഞ്ച് ചെയ്തത്. രഘുനാഥ് പാലേരി തിരക്കഥയൊരുക്കിയ ചിത്രം മിസ്റ്ററി ഹൊറർ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ എത്തിയ ചിത്രം സംഗീതത്തിന് അതീവ പ്രാധാന്യമുള്ള ഒന്നുമായിരുന്നു. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. അതൊരു ദൈവ സാന്നിധ്യമാണ്. ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. വിദ്യാസാഗർ ആയിരുന്നു സംഗീത സംവിധായകൻ. ചിത്രത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റുകളായിരുന്നു. സന്തോഷ് തുണ്ടിയിലായിരുന്നു ഛായാഗ്രാഹകൻ. സിബി മലയിലിന്റെ കരിയറിലെ ഏറ്റവും വലിയ കാൻവാസിൽ ഒരുങ്ങിയ ചിത്രം കൂടിയായിരുന്നു ദേവദൂതൻ. വലിയ പരിശ്രമമാണ് ഈ ചിത്രത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയത്. 2000 ഡിസംബർ 22-ന് ക്രിസ്മസ് റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ വേറിട്ട കഥയും അവതരണവുമായി എത്തിയ ഈ ചിത്രത്തിന് പ്രേക്ഷകരിൽ സ്വീകാര്യത സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ദേവദൂതന്റെ പരാജയം തനിക്ക് അക്കാലത്ത് വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയെന്ന് സിബി മലയിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം പിൽക്കാലത്ത് ടെലിവിഷനിൽ പലപ്പോഴും സംപ്രേഷണം ചെയ്യപ്പെടാറുള്ള ദേവദൂതൻ പുതുതലമുറ സിനിമാ പ്രേമികളുടെ ചർച്ചകളിൽ ഇടം പിടിക്കാറുണ്ട്. ശബ്ദ ദൃശ്യവിന്യാസത്തിനും കഥാപശ്ചാത്തലത്തിലും സംഗീതത്തിലുമൊക്കെ ഒരു കാലത്ത് പുതുമകളുമായി എത്തിയ ചിത്രത്തെ അതിന്റെ 2ാം വരവിൽ പുതുതലമുറ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറക്കാർ. ജൂലൈ 26-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്.